ഇന്ന് നമുക്ക് വേദിക കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഫിയർ എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, സിന്ധു എന്നൊരു പെൺകുട്ടി അവൾ സമ്പത്ത് എന്നൊരു പയ്യനുമായി പ്രണയത്തിലാകുന്നു. എന്നാൽ ഈ സമ്പത്തിനെ അവൾ വിവാഹം കഴിക്കാനിരിക്കവെ തന്നെ അവളുടെ ഇരട്ട സഹോദരിയായ ഇന്ദു ഈ സമ്പത്തിനെ തട്ടിയെടുക്കും. തന്റെ സ്വന്തം സഹോദരിയുടെ കാമുകനെ തന്നെ ചേച്ചി തട്ടിയെടുത്തിരിക്കുന്നു. അതേതെങ്കിലും അനിയത്തിക്ക് സഹിക്കുമോ? ഇല്ല. സിന്ധുവിന്റെ സമനില തെറ്റുവാനായും തുടങ്ങി. സിന്ധു ഒരുപാട് കെഞ്ചി നോക്കി, എന്നാലും ചേച്ചി വിട്ടുകൊടുക്കുവാനായും തയ്യാറായില്ല. ചേച്ചി അങ്ങനെ ചെയ്യുന്നതിന് പിന്നില് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? ആദ്യമൊന്നും സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒന്നും മനസ്സിലാകത്തേയില്ല. ക്ലൈമാക്സ് വരെ കാണാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു മെന്റൽ ഹോസ്പിറ്റലാണ്. അവിടെ സെല്ലിനുള്ളിൽ അടയ്ക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് സിന്ധു. സിന്ധുവിനടുത്തെത്തിയ വാർഡനാണെങ്കിൽ കമ്പിയിൽ തട്ടുമ്പോൾ ഞെട്ടിയുണരുകയാണ് സിന്ധു. മറ്റൊരു വശത്ത് ഒരു വലിയ വീട്. അവിടെ ഉറക്കമുണരുകയാണ് ഇന്ദു. ഇന്ദു ആരെന്നാൽ സിന്ധുവിന്റെ ഇരട്ട സഹോദരിയാണ്. ബാത്റൂമിലെത്തി മുഖമൊക്കെ കഴുകി അവൾ താഴേക്ക് പോകും. അവിടെ അവളുടെ അങ്കിളും ആന്റിയും അവരുടെ 4 മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചതിനു ശേഷം കിച്ചണിലെത്തി തനിക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ പോയിരിക്കുകയാണ് ചേച്ചിയായ ഇന്ദു. അതേസമയം തന്നെ അനുജത്തിയായ സിന്ധുവിനും മെന്റൽ ഹോസ്പിറ്റലിൽ കഴിക്കുവാനുള്ള ഫുഡും കിട്ടുന്നുണ്ട്. സിന്ധു വല്ലാത്ത ടെൻഷനിലായിരുന്നു. സിന്ധു അടുത്തിരിക്കുന്ന ആളിനോട് സമ്പത്തിനെ നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സമ്പത്ത് ആരെന്നാൽ സിന്ധുവിന്റെ കാമുകനായിരുന്നു. മറ്റൊരു വശത്ത് വീട്ടിലിരിക്കുകയായിരുന്ന ഇന്ദുവിന് ആരോ ഒരു ബൊക്കെയൊക്കെ ഗിഫ്റ്റ് അയക്കുകയാണ്. അത് മറ്റാരുമല്ല, ഇന്ദുവിന്റെ കാമുകനായ സമ്പത്ത്. ഇപ്പോൾ തോന്നും രണ്ടുപേരുടെയും കാമുകൻ സമ്പത്തെന്നോ? അല്ല, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തെന്നാൽ യഥാർത്ഥത്തിൽ സിന്ധുവിന്റെ കാമുകനായിരുന്നു ഈ സമ്പത്ത്. എന്നാൽ അതിനെ ഇന്ദു ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുകയാണ്. അതെന്തെന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. കാമുകൻ അയച്ച ഗിഫ്റ്റൊക്കെ കണ്ട് സന്തോഷത്തിലിരിക്കുകയാണ് ഇന്ദു. അതേസമയം തന്നെ മെന്റൽ ഹോസ്പിറ്റലായിരുന്ന സിന്ധുവാണെങ്കിൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ വല്ലാതെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യും. പിന്നീട് ഒരു പഴയൊരു കഥയാണ് കാണിക്കുന്നത്. ഒരു കുഞ്ഞിനെ ആഹാരം കൊടുക്കുകയാണ് അതിന്റെ അമ്മ. കുഞ്ഞ് ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്തെല്ലാം നീ ആഹാരം കഴിച്ചില്ലെങ്കിൽ നിന്നെ ബൂഗിമാൻ വന്ന് പിടിച്ചുകൊണ്ടു പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ആഹാരം കൊടുക്കുന്നത്. ആ കുട്ടി മറ്റാരുമല്ല, സിന്ധു തന്നെയായിരുന്നു. സിന്ധുവിന്റെ അമ്മ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് അവൾക്ക് ആഹാരം കൊടുക്കുന്നതും. അന്നു മുതൽ തന്നെ വളർന്നു വലുതാകുമ്പോഴും സിന്ധുവിന് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാത്ത പേടിയാണ്. ഇന്ദു തന്റെ കൂട്ടുകാരിയും കൂട്ടി ഡ്രസ്സ് എടുക്കുവാനായിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയായിരുന്നു. അവിടെ അവൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് നിൽക്കവെ തന്നെ ആരോ അവളെ ഫോളോ ചെയ്യുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നും. ഒരു കറുത്ത രൂപം പോലെ. അവൾക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് കാറിലേക്ക് വരുന്ന സമയത്ത് കാറിന്റെ ഡിക്കി അവൾ ഓപ്പൺ ആകും. എന്നാൽ അവിടെ കാണുന്നത് ഒരു ഡെഡ് ബോഡിയായിരുന്നു. അത് കണ്ട് അവൾ ഉറക്കെ നിലവിളിക്കും. അടുത്തേക്ക് ഓടി വരുന്ന സെക്യൂരിറ്റി ആണെങ്കിലോ അതിൽ നോക്കിയപ്പോൾ ഒന്നും തന്നെ കാണുന്നതേയില്ല. സെക്യൂരിറ്റി അവൾക്ക് വട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അതെല്ലാം ഇന്ദുവിന്റെ ഒരു ഇമാജിനേഷൻ മാത്രമായിരുന്നു. പേടിച്ച ഇന്ദു ഉടനെ തന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തി നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ അവളെ ഫോളോ ചെയ്ത് ആ രൂപം വീട്ടിലെത്തിയതുപോലെയും അവൾക്ക് തോന്നുന്നു. ജനലിലെ കർട്ടനൊക്കെ അവൾ മാറ്റി നോക്കുമ്പോഴും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അടുത്ത ദിവസം തന്റെ കാമുകനായ സമ്പത്തിനെ കാണുവാനായി എത്തും. ഈ സമ്പത്ത് ആരെന്നാൽ സിന്ധുവിന്റെ കാമുകനായിരുന്നു. സ്വന്തം സഹോദരിയുടെ കാമുകനെ തന്നെ വളച്ചെടുത്തിരിക്കുകയാണല്ലോ ചേച്ചി. സമ്പത്തിനോട് അവൾ പറയുന്നുണ്ട്, എനിക്കിതുപോലെ ഓരോ രൂപങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെയൊക്കെയാ എനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യമെല്ലാം അവൾ സമ്പത്തിനോട് പറയുന്ന സമയത്ത് സമ്പത്ത് പറയുന്നുണ്ട്, നിന്റെ സഹോദരിയും ഇതുപോലെയായിരുന്നു. അവൾക്ക് പണ്ട് മുതലേ ഓരോ കാര്യങ്ങൾക്കും അവൾക്ക് പേടിയാ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ദേ ഇപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അതുപോലെ നീയും ഇപ്പോൾ ചിന്തിക്കുകയാണോ? അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിന്റെ തോന്നലുകളാ അതൊക്കെയെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ് സമ്പത്ത്. പിന്നീട് സിന്ധുവിന്റെയും ഇന്ദുവിന്റെയും കുട്ടിക്കാലത്തെ കഥയാണ് കാണിക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് ആണേ. കുട്ടിയായിരുന്ന സിന്ധുവും ഇന്ദുവും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രേത സിനിമ. അതിൽ പ്രേതത്തിന്റെ രംഗങ്ങളൊക്കെ വരുന്ന സമയത്ത് കണ്ണടച്ചിരുന്ന് കരയുകയാണ് സിന്ധു. സഹോദരിയായ ഇന്ദുവിന് വലിയ മാറ്റമൊന്നുമില്ല. എന്നാൽ അതേസമയം തന്നെ അവിടേക്ക് വരുന്ന അച്ഛനും അമ്മയും സിന്ധുവിനെ സമാധാനിപ്പിക്കുകയും രണ്ടുപേരെയും ഉറങ്ങുവാനായും കൊണ്ട് കിടത്തും. എന്നാൽ അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്നത് സിന്ധുവിനാണ്. കാരണം അവൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാത്ത പേടിയായിരുന്നു. അച്ഛൻ അവളുടെ അടുത്ത് തന്നെ ഇരിക്കും.
അപ്പോൾ സിന്ധു പറയുന്നത്, ഇന്ന് ഉച്ചയ്ക്ക് അമ്മ എനിക്ക് ആഹാരം തന്ന സമയത്ത് ഞാൻ ആഹാരം കഴിച്ചില്ലെങ്കിലേ ബൂഗിമാൻ പിടിക്കുമെന്ന് പറഞ്ഞു. ബൂഗിമാനൊക്കെ എന്നെ പിടിച്ചുകൊണ്ട് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, അതമ്മ ചുമ്മാ പറഞ്ഞതാ, യഥാർത്ഥത്തിൽ ബൂഗിമാനൊന്നുമില്ല, അമ്മ വെറുതെ പറയുന്നതാണെന്ന് അച്ഛൻ അവളെ സമാധാനിപ്പിച്ചു. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് അച്ഛൻ സഹോദരിയായ സിന്ധുവിനോട് മാത്രം സംസാരിക്കുന്നത്, ഇന്ദുവിനോട് സംസാരിക്കാത്തത് എന്നുള്ളതെല്ലാം ക്ലൈമാക്സിൽ മനസ്സിലാകും. അങ്ങനെ സിന്ധു ആണെങ്കിൽ നല്ലോണം പഠിക്കാത്തതിനാൽ സഹോദരിയായ ഇന്ദുവിനൊപ്പം ട്യൂഷന് പറഞ്ഞു വിടുകയാണ്. അവിടെ വെച്ചാണ് സിന്ധു ആദ്യമായിട്ട് സമ്പത്തിനെ പരിചയപ്പെടുന്നതും. സമ്പത്തുമായുള്ള ഫ്രണ്ട്ഷിപ്പ് അവളുടെ മനസ്സിൽ പ്രണയമായി വളർന്നു. പക്ഷെ അതവൾ അവനോട് തുറന്നു പറഞ്ഞിട്ടേയില്ല. രണ്ടുപേരും വളർന്ന് ഏകദേശം ഒരു 13-14 വയസ്സായി. ഒരിക്കൽ സിന്ധുവിനാണെങ്കിൽ സുഖമില്ലാതായപ്പോൾ ചേച്ചിയായിട്ടുള്ള ഇന്ദു മാത്രമാണ് ട്യൂഷന് പോയതും. അവിടെ വെച്ച് സമ്പത്താണെങ്കിൽ ഇന്ദുവിനോട് സംസാരിക്കുന്നു. എന്തെന്നാൽ ഈ സിന്ധുവാണല്ലോ സമ്പത്തുമായിട്ട് നല്ല കമ്പനിയായത്. അതുകൊണ്ട് സിന്ധു വരാത്തത് മനസ്സിലാക്കാത്ത സമ്പത്താണെങ്കിൽ ഇന്ദുവുമായിട്ട് കൂടുതലായിട്ടും സഹകരിക്കുവാനായും തുടങ്ങി. അതോടുകൂടി എല്ലാത്തിനും ആരംഭമായി. സിന്ധു പ്രണയിച്ച ചെറുക്കനെ തന്നെ ഇന്ദു തട്ടിയെടുത്തിരിക്കുന്നു. ഇന്ദു അവനെ പ്രണയിക്കുവാനായും തുടങ്ങി. സിന്ധുവിന് അവനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇന്ദു അവനെ പ്രണയിച്ചു. എന്നാൽ സമ്പത്തിനതൊന്നും അറിയത്തില്ലല്ലോ. ദേ ആ ഒരു ബന്ധം ഇപ്പോൾ കല്യാണത്തിൽ വന്ന് അവസാനിക്കുകയാണ്. ഇന്ദുവുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുവാനൊക്കെ പോകുവാൻ നിൽക്കുകയാണ് സമ്പത്ത്. ഒരിക്കൽ കല്യാണത്തിന്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കൂട്ടുകാരിയും കൂട്ടി ഇന്ദു പുറത്തേക്ക് പോയിരുന്നു. എന്നാൽ അവിടെ വെച്ച് കറുത്ത വേഷം ധരിച്ചൊരാൾ ഇന്ദുവിനെ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. എന്നാൽ അവളുടെ ദേഹത്ത് അയാൾ കൈവെക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ തിരിഞ്ഞ് ഒരടിയങ്ങ് വെച്ചു കൊടുത്തു. എന്നാൽ അത് മറ്റൊരാളെയാണ് അവൾ തല്ലിയത്. അത് കണ്ടുകൊണ്ടുവന്ന കൂട്ടുകാരിയാണെങ്കിൽ, എന്തിനാടി നീ ഈ മനുഷ്യനെ തല്ലിയത് എന്ന് ചോദിച്ച് അവിടെ നിന്ന് ഇന്ദുവിനെയും കൂട്ടിക്കൊണ്ടു പോകും. പിന്നീട് കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പേടിക്കുന്ന ഒരാളായിരുന്നല്ലോ ഈ സിന്ധു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാത്റൂമിൽ പോകുവാൻ വരെ അവൾക്ക് പേടിയായിരുന്നു. അങ്ങനെയുള്ള സിന്ധു ഒരിക്കൽ ഒറ്റയ്ക്ക് ബാത്റൂമിലേക്ക് പോയി. അവിടുത്തെ ലൈറ്റ് കത്തിയും അണഞ്ഞുമായിരുന്നു നിന്നിരുന്നതും. അത് കണ്ട് പേടിച്ച സിന്ധു അവിടെ തല കറങ്ങി വീഴും. വിവരമറിഞ്ഞ പ്രിൻസിപ്പാൾ സിന്ധുവിന്റെ അച്ഛനെ സ്കൂളിലേക്ക് വിളിപ്പിക്കും. എന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ മകൾക്ക് ചെറിയ ചെറിയ കാര്യത്തിന് പോലും പേടിയാ. ഇങ്ങനെയുള്ള ഈ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാനായി പറ്റില്ല. ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്കൂളൊക്കെ ഉണ്ടല്ലോ, അവിടെ ചേർക്കണമെന്ന് പറഞ്ഞ് അവളെ സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞുവിടും. അതിനുശേഷം വലുതായ സിന്ധുവിനെയും ഇന്ദുവിനെയുമാണ് കാണിക്കുന്നത്. സിന്ധു ഇന്ദുവിനടുത്തെത്തിയിട്ട്, ചേച്ചി ചേച്ചി സമ്പത്തിനെ പ്രണയിക്കുന്നത് തെറ്റാണ്. ഞാനും സമ്പത്തുമായിരുന്നു പ്രണയം. ചേച്ചി ചെയ്യുന്നതൊക്കെ തെറ്റാ. എനിക്കെന്റെ സമ്പത്തിനെ വിട്ടുതരണമെന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ സമ്പത്തുമായി പ്രണയത്തിലൊന്നുമല്ല, അതൊക്കെ നിന്റെ വെറും തോന്നലാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഇന്ദു ചെയ്തതും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഇന്ദു സമ്പത്തുമായി സംസാരിക്കുന്നതും സഹകരിക്കുന്നതുമെല്ലാം സിന്ധു കാണുന്നുണ്ടായിരുന്നു. സിന്ധു എന്ന പേരിലാണ് ഇന്ദു സമ്പത്തുമായി സംസാരിക്കുന്നത് പോലും. പക്ഷേ അതൊന്നും സമ്പത്തിനറിയത്തില്ല. എന്നാൽ ഇന്ദുവാണെങ്കിൽ ഞാനാണ് സിന്ധു എന്ന് പറഞ്ഞ് അവിടെ ബഹളമുണ്ടാക്കും. പക്ഷേ സമ്പത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇന്ദു. സ്വന്തം സഹോദരി തന്നെ അങ്ങനെ ചെയ്യുന്നതിനാലാണ് സിന്ധുവിന്റെ സമനില തെറ്റിപ്പോയതും അവളിപ്പോൾ ഭ്രാന്താശുപത്രിയിലായതും. എന്നാൽ ആ ഭ്രാന്താശുപത്രിയിലും എനിക്ക് എന്റെ സമ്പത്തിനെ വേണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയായിരുന്നു സിന്ധു. അവിടെയുണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം ചേർന്ന് അവളെ പിടിച്ചു കിടത്തി ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കുകയും ചെയ്യും. സിന്ധുവിന് അവിടെ സംഭവിക്കുന്നത് പോലെ തന്നെ ദേ ഇവിടെ ഇന്ദുവിന് സംഭവിക്കുന്നു. മുഖം കാണാത്ത കുറച്ചുപേർ വന്ന് ഇന്ദുവിനെ പിടികൂടുകയും അവളെ ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കുകയും ചെയ്യുന്നു. സിന്ധുവിന് സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ എങ്ങനെയാണ് ഇവിടെ ഇന്ദുവിന് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ നിങ്ങൾക്കില്ലേ? അതിനുള്ള ഉത്തരമെല്ലാം ക്ലൈമാക്സിൽ കിട്ടും. ബോധം വന്ന സിന്ധുവിനെ ഒരു ചെയറിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ചേർന്ന്. അവിടേക്ക് ഒരു ഡോക്ടർ വരും. ഡോക്ടർ സിന്ധുവിനോട് ചോദിക്കുന്നത്, സിന്ധു നീ ഇപ്പോൾ ഓക്കെയാണോ? നീ മാനസികമായി കുറച്ച് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങൾ. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് സിന്ധു ചിരിച്ചുകൊണ്ട് പറയുന്നത്, എനിക്ക് സമ്പത്ത് വേണം, എന്റെ ചേച്ചിയിൽ നിന്നും സമ്പത്തിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു അവൾ പറയുന്നത്. എന്നാൽ ഡോക്ടർ പറയുന്നത്, എപ്പോൾ നോക്കിയാലും സമ്പത്ത് സമ്പത്ത് സമ്പത്ത്, നീ പറയുന്ന ഈ സമ്പത്ത് യഥാർത്ഥത്തിൽ ഇല്ല. എന്നാൽ സിന്ധു പറയുന്നത്, അല്ല, എന്റെ ചേച്ചി അവനെ വിവാഹം കഴിച്ചു, എനിക്ക് ചേച്ചിയിൽ നിന്നും അവനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം, എനിക്കെന്റെ സമ്പത്ത് വേണമെന്ന് അവൾ ഉറക്കെ അലറും. അപ്പോൾ ഡോക്ടർ പറയുന്നത്, സിന്ധു നീ ഈ പറയുന്ന സമ്പത്ത് യഥാർത്ഥത്തിൽ ഇല്ല, അതെല്ലാം നിന്റെ വെറും ഇമാജിനേഷൻ മാത്രമാണ്. അങ്ങനെ ഒരാളില്ല എന്നൊരു ട്വിസ്റ്റ് അവിടെ ഡോക്ടർ പൊളിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ബോധം കെട്ട് വീഴുകയാണ് സിന്ധു. മറ്റൊരു വശത്ത് ഇന്ദുവും കസിൻസും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്കും എത്തുന്നു. എന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സമ്പത്തിനെ കാണാനില്ല, കുറച്ചു ദിവസങ്ങളായി കാണാതായിട്ട്,
ഫോൺ വിളിച്ചാലും എടുക്കുന്നില്ല എന്നവൾ കംപ്ലൈന്റ് കൊടുക്കുന്നു. എന്നാൽ അത് കേൾക്കുന്ന നമുക്കൊരു ചോദ്യം വരും. എന്തെന്നാൽ സിന്ധുവിനോട് ഡോക്ടർ പറഞ്ഞത് സമ്പത്ത് വെറും ഇമാജിനേഷൻ മാത്രമാണെന്ന്. എന്നാൽ ഇപ്പോൾ ദേ ഇന്ദു പുറത്ത് എങ്ങനെ അവനെ വിവാഹമൊക്കെ കഴിച്ച് അവന്റെ ഭാര്യയായി ജീവിക്കുന്നു, അവനെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് കൊടുത്തു എന്നൊരു ചോദ്യമൊക്കെ വരില്ലേ? അത് വഴിയേ മനസ്സിലാകും. കംപ്ലൈന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇന്ദു നേരെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവളോട് അങ്കിളും ആന്റിയും പറയുന്നത് കുറച്ചു നാളിനകം എല്ലാം ശരിയാകും, നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് കുട്ടിക്കാലത്തെ കഥയാണ് കാണിക്കുന്നത്. സിന്ധുവിന് വയ്യാതായതിനാൽ കുറച്ചുനാൾ അവള് ട്യൂഷന് പോയില്ലല്ലോ. ആ ഒരു സമയത്തല്ലേ ഇന്ദുവും സമ്പത്തും തമ്മിൽ നല്ല കമ്പനിയാകുന്നതും. പക്ഷെ സമ്പത്തിനറിയത്തില്ലല്ലോ അവൻ ആരുമായിട്ടാണ് ആദ്യം പരിചയമായതെന്ന്. പിന്നീട് തിരികെ ട്യൂഷനിൽ വന്ന സിന്ധു കാണുന്നത് ഇന്ദുവും സമ്പത്തും നല്ല കമ്പനിയായിരിക്കുന്നതാണ്. അതൊരിക്കലും സിന്ധുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായി. വളർന്നു വരുമ്പോഴും ഇന്ദു സമ്പത്തുമായി കൂടുതൽ അടുക്കുന്നതൊന്നും സിന്ധുവിന് ഇഷ്ടമാകുന്നില്ല. അവൾ ആ ഒരു വിഷമം തന്റെ കൂട്ടുകാരിയെ കൽപ്പനയോട് തുറന്നു പറയും. എനിക്കെന്റെ ചേച്ചിയായി ഇന്ദുവിനെ ഒട്ടും ഇഷ്ടമേ അല്ല എന്നായിരുന്നു കൽപ്പനയോട് പറയുന്നതും. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ആണ്. ഇന്ദുവിനെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നതിനാൽ മാനസികമായി വല്ലാത്തൊരു പിരിമുറുക്കത്തിലിരിക്കുകയായിരുന്നു ഇന്ദു അത് കാരണം കുറച്ച് സ്വാമിമാരുടെ അടുത്തേക്ക് പോയി പൂജകളൊക്കെ ചെയ്യും. തന്റെ കാണാതായ ഭർത്താവിനെ കണ്ടെത്തണം എന്നൊക്കെയാണ് അവളുടെ മനസ്സിൽ. ഇന്ദുവിനടുത്തേക്ക് അവളുടെ അങ്കിൾ എത്തിയിട്ട്, ഈ സ്വാമിമാരെല്ലാം നിന്റെ അന്ധവിശ്വാസമാണ്, നീ നിന്റെ മനസ്സിൽ തന്നെ തളയ്ക്കപ്പെട്ട് കിടക്കുകയാണ്, നീ ആദ്യം നീ ആരാണെന്ന് മനസ്സിലാക്ക്, ഇതിൽ നിന്നെല്ലാം പുറത്തു വാ എന്ന് അവളോട് പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സിന്ധുവിനെയാണ്. സിന്ധുവിനെ കാണുവാനായിട്ട് അവളുടെ അച്ഛനും അമ്മയും അവിടെ എത്തും. അതേ സമയം തന്നെ ഇവിടെ ഇന്ദുവിനെ കാണുവാനായിട്ടും അച്ഛനും അമ്മയും എത്തുകയാണ്. ഒരേ സമയം രണ്ടിടത്തും അച്ഛനും അമ്മയും എത്തുന്നു. രണ്ടുപേർക്കും അച്ഛനെയും അമ്മയും കാണാനായും പറ്റും. ആകെ കൺഫ്യൂഷൻ അല്ലേ? അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ രണ്ടാൾക്കും സന്തോഷമാകും. കൂടാതെ ഇന്ദുവിനെ കാണുവാനായിട്ട് അവളുടെ മുത്തശ്ശനും വരും. എന്നിട്ട് ഇന്ദുവിനോട് പറയുന്നത്, നീ നിന്റെ മനസ്സുമായി ഒരുപാട് പോരാടേണ്ടിയിരിക്കുന്നു, നീ മനസ്സുമായി യുദ്ധം ചെയ്ത് നീ പുറത്തേക്ക് വരണമെന്ന് മുത്തശ്ശൻ അവളെ ഉപദേശിക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും കഥ കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണ്. ഇന്ദു ഒരിക്കൽ സമ്പത്തുമായിരുന്നു ഗ്രൂപ്പ് സ്റ്റഡി നടത്തുകയായിരുന്നു. രണ്ടുപേരും പാർക്കിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അത് കണ്ട് ടെൻഷനായി സിന്ധു അവിടേക്ക് വരും. നീ ചുമ്മാ എന്റെ ഫ്രണ്ടായിട്ടുള്ള സമ്പത്തിനെ തട്ടിയെടുക്കാൻ നോക്കരുത്, സമ്പത്ത് എന്റെ മാത്രം ഫ്രണ്ടാണ്, എനിക്ക് അവനെ വിട്ടുതരണമെന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന സമ്പത്ത് സിന്ധുവിനോട് പറയുന്നത്, ചേച്ചിയോട് സഹകരിക്കണമോ അതോ അനിയത്തിയോട് സഹകരിക്കണമോ എന്ന് ഞാൻ തീരുമാനിക്കും, എന്റെ ഇഷ്ടമാണത്, എനിക്കിപ്പോൾ നിന്നെക്കാളും ഏറ്റവും ഇഷ്ടം ഇന്ദുവിനെയാണെന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന സിന്ധുവാണെങ്കിൽ അവിടെ നിന്നും ഇന്ദുവിനെ പിടിച്ച് താഴേക്ക് തള്ളുന്നു. ഇന്ദു താഴെ ഒരു കുഴിയിലേക്ക് വന്നു വീണ് അവളുടെ തലയിടിച്ച് ഒരുപാട് രക്തം പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാഴ്ച കണ്ട് സിന്ധു അവിടെ മയങ്ങി വീഴും. കുറച്ചു സമയം കഴിഞ്ഞ് ഉറക്കമുണർന്ന സിന്ധു അമ്മയോട് ഇന്ദുവിനെ പറ്റി തിരക്കുന്നു. എന്നാൽ അമ്മയാണെങ്കിലോ സിന്ധുവിനെ രൂക്ഷമായെന്ന് നോക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന സിന്ധു കാണുന്നത് തലയിൽ മുറിവൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഇന്ദുവിനെയായിരുന്നു. ചേച്ചിയോട് ചെന്ന് സോറി പറയുമ്പോൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ ദേഷ്യപ്പെട്ട് ഇന്ദു അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ റൂമിലിരുന്ന് സിന്ധു തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ കൽപ്പനയോട്, ഞാൻ ചേച്ചിയോട് ചെയ്തത് കുറച്ച് കടുത്തു പോയി, അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറയുന്നത് അമ്മ കേൾക്കുന്നുമുണ്ട്. കൽപ്പനയോട് സിന്ധു സംസാരിക്കുന്നത് അമ്മ കേൾക്കും. അതിനുശേഷം കാണിക്കുന്നത് മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സിന്ധുവിനെയാണ്. സിന്ധുവിനടുത്തേക്ക് ആ ഡോക്ടർ വീണ്ടും വരും. ആ ഡോക്ടർ മുൻപ് പറഞ്ഞില്ലേ സമ്പത്ത് എന്ന് പറയുന്നത് അവളുടെ വെറും ഇമാജിനേഷൻ മാത്രമാണെന്ന്. ഡോക്ടർ വീണ്ടും പറയുന്നത്, യഥാർത്ഥത്തിൽ നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയുമോ? സമ്പത്ത് എന്ന് പറയുന്നത് നിന്റെ വെറും തോന്നലാണ്, നീ ആരാണെന്ന് നീ അറിയണമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു കഥ പറയും. അവിടെയാണ് യഥാർത്ഥത്തിലൊരു ട്വിസ്റ്റ്. സിന്ധുവിനൊരു 10-13 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും ആദ്യമായിട്ട് അവളെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയം അച്ഛൻ പറയുന്നത്, സിന്ധു ആരോടോ ഒറ്റയ്ക്കൊക്കെ സംസാരിക്കുന്നു, സമ്പത്തെന്നോ കൽപ്പനയെന്നൊക്കെ പറയുന്നു, പിന്നെ ഇന്ദുവിന്റെ പേരും പറയുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഡോക്ടറെ, ഡോക്ടർ തന്നെ നോക്കണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. അങ്ങനെ ഡോക്ടർ സിന്ധുവിനോട് സംസാരിക്കുകയാണ്. സിന്ധുവിനോട് ചോദിക്കും, നിനക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണെന്ന് ചോദിക്കുമ്പോൾ സിന്ധു ആദ്യം പറഞ്ഞത് അച്ഛനെയും അമ്മയെയും, പിന്നെ പറഞ്ഞത് എന്റെ ചേച്ചിയായിട്ടുള്ള ഇന്ദുവിനെ, പിന്നീട് സമ്പത്ത്, പിന്നീട് കൽപ്പന, അങ്ങനെയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഇന്ദു എന്ന് പറയുന്നത് സിന്ധുവിന്റെ വെറും തോന്നൽ മാത്രമായിരുന്നു. അങ്ങനെ ഒരാളില്ല. സിന്ധുവിന്റെ ഇമാജിനേഷനിൽ മാത്രമാണ് ഇന്ദു വരുന്നതും. അതുപോലെ തന്നെയാണ് ഈ ഒരു സമ്പത്തും കൽപ്പനയും എല്ലാം. അതെല്ലാം സിന്ധുവിന്റെ വെറും ഇമാജിനേഷൻ മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സിന്ധുവിന് ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു. ഇന്ദു എന്ന് തന്നെയാണ് പേരും.
തന്റെ ഇരട്ട സഹോദരിയായിരുന്ന ഇന്ദു കുറച്ചുനാൾ മാത്രമായിരുന്നു സിന്ധുവിനൊപ്പം ഉണ്ടായിരുന്നത്. അവൾ മരണപ്പെട്ടു പോയി. ഇന്ദുവിന്റെ മരണം സിന്ധുവിനെ വല്ലാതെ ബാധിച്ചിരുന്നു. കുറച്ചുനാൾ അങ്ങനെ സിന്ധു തന്റെ മുത്തശ്ശനൊപ്പമാണ് വളർന്നത്. ഒരിക്കൽ മുത്തശ്ശനാണെങ്കിൽ അവളുടെ കൺമുന്നിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയും ചെയ്തു. സിന്ധുവിന്റെ കൺമുന്നിൽ വെച്ചാണല്ലോ മുത്തശ്ശൻ മരിച്ചത്. ആ ഒരു കാഴ്ചയും അവളെ മാനസികമായി വല്ലാതെ ബാധിച്ചു. അതിൽ നിന്നാണ് അവൾ ഇതുപോലെ ഓരോരുത്തരെയും ഇമാജിൻ ചെയ്യുവാനായി തുടങ്ങിയത്. ആദ്യം ഇന്ദു. തന്റെ ഇരട്ട സഹോദരിയായ ഇന്ദു തന്നോടൊപ്പമുണ്ട് എന്നുള്ള തോന്നൽ അവൾക്ക് വന്നു. തന്നോടൊപ്പം കളിക്കുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതുമായി അവൾ ഇമാജിൻ ചെയ്യുവാനായും തുടങ്ങി. സിന്ധുവിന്റെ കണ്ണിൽ മാത്രമേ തന്റെ ഇരട്ട സഹോദരിയായ ഇന്ദുവിനെ കാണുവാനായും പറ്റുന്നുള്ളൂ. കുറച്ചു വലുതായപ്പോൾ സിന്ധു ട്യൂഷന് പഠിക്കുവാനായും പോയി. ട്യൂഷന് ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ പരസ്പരം സംസാരിക്കുന്നതെല്ലാം സിന്ധു കാണുന്നുണ്ടായിരുന്നു. പക്ഷെ തന്നോടാരും സംസാരിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച സിന്ധുവാണെങ്കിൽ തനിക്ക് മിണ്ടുവാനും സഹകരിക്കുവാനും വേണ്ടിയിട്ട് സമ്പത്ത് എന്നൊരു ഇമാജിനറി കഥാപാത്രത്തെ അവൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. സിന്ധുവിന്റെ ആ ഒരു ഇമാജിനേഷൻ ജേണിയിൽ തന്റെ സഹോദരിയായിട്ടുള്ള ഇന്ദു സമ്പത്തുമായി കൂടുതൽ അടുക്കുന്നതായിട്ടും അവർ തമ്മിൽ പ്രണയമാവുന്നതായിട്ടും അവൾ ഇമാജിൻ ചെയ്തു. അതവൾക്ക് വല്ലാത്ത കഷ്ടത്തെ കൊടുത്തു. അതിൽ നിന്നും റിക്കവർ ആകുന്നതിന് വേണ്ടിയിട്ടാണ് കൽപ്പന എന്നൊരു സുഹൃത്തിനെ അവൾ കൊണ്ടുവന്നതും. ചേച്ചി സമ്പത്തിനെ പ്രണയിക്കുന്നു എന്നുള്ള സങ്കടമെല്ലാം തുറന്നു പറയുവാനുള്ള ഒരു ആശ്വാസമായിട്ടാണ് കൽപ്പനയെ അവൾ ഇമാജിൻ ചെയ്ത് കൊണ്ടുവന്നതും. അങ്ങനെ ഡോക്ടർ അച്ഛനോടും അമ്മയോടും പറയുന്നത് സിന്ധു ഇപ്പോൾ ജീവിക്കുന്നത് ചേച്ചി, കാമുകൻ, കൂട്ടുകാരി അങ്ങനെയുള്ള വല്ലാത്തൊരു ഭാരവും മനസ്സിൽ ചുമന്നുകൊണ്ടാണ്. മാത്രമല്ല ഈ ഒരു സിന്ധുവിന്റെ അപ്പൂപ്പന്റെ മരണത്തോടു കൂടിയാണ് സിന്ധുവിന് ഹാലൂസിനേഷൻ ബാധിച്ചു തുടങ്ങിയതും. അന്നു മുതലാണ് അവൾ ഇങ്ങനെയായതും. മനസ്സിൽ ഒരുപാട് ഭാരവുമായിട്ടാണ് സിന്ധു ഇപ്പോൾ ജീവിക്കുന്നത്. ഹാലൂസിനേഷന്റെ ഏറ്റവും പീക്കായിട്ടുള്ള അവസ്ഥയിലാണ് അവർ മാനസിക രോഗികളായി മാറുന്നതും. സിന്ധു ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് സിന്ധുവിനെ പുറത്തൊന്നും വിടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇവിടെ തന്നെ അവൾ കഴിയുന്നതാണ്. അവളെ ഉറപ്പായും ഞാൻ റിക്കവറാക്കി നിങ്ങളുടെ കയ്യിൽ തരാമെന്നും ഡോക്ടർ പറയുന്നു. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, സിന്ധുവിന്റെ അച്ഛനും അമ്മയും അവളെ മാത്രം കട്ടിൽ കിടത്തി ഉറക്കുന്ന സമയത്ത് അവളുടെ കാര്യം മാത്രം കൂടുതലായിട്ടും കെയർ ചെയ്യുന്നു, ഇന്ദുവിന്റെ കാര്യം നോക്കുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ അവർക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. വളർന്നു വലുതാകുന്തോറും സിന്ധു ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതല്ല അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സിന്ധുവിന്റെ കാഴ്ചപ്പാടിൽ അവൾക്ക് ഇന്ദുവിനെയും സമ്പത്തിനെയും ഒക്കെ ഇമാജിൻ ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ബാക്കിയുള്ളവർക്ക് അവൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നതും. അമ്മ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല റൂമിലിരുന്ന് കൽപ്പനയുമായി സിന്ധു സംസാരിക്കുന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ അവൾ ഒറ്റയ്ക്കിരുന്നാണ് സംസാരിക്കുന്നത്. അതും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല ഇന്ദുവിനെ തള്ളിയിട്ട് അവളുടെ തല പൊട്ടിച്ചുവെന്ന് പറഞ്ഞ ദിവസം ഉറക്കമുണർന്നു വന്ന സിന്ധു അമ്മയോട് ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച സമയത്തും അമ്മ അവളെ രൂക്ഷമായി നോക്കിയിട്ട് മിണ്ടാതെ പോയതില്ലേ? യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു കഥാപാത്രമേ ഇല്ലായിരുന്നല്ലോ. അമ്മ അച്ഛനോട് പറയുന്നത്, നമ്മുടെ മകൾക്ക് എന്ത് പറ്റി, അവൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നല്ലോ, അവൾക്ക് വല്ല പ്രേതബാധയും ഏറ്റു എന്നൊക്കെ അച്ഛനോട് സംസാരിക്കുന്നുമുണ്ട്. മാത്രമല്ല അടുത്തുള്ള വീട്ടുകാരൊക്കെ സിന്ധു ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന കാര്യമല്ല അവരോട് വന്ന് പറയുന്നുമുണ്ട്. അങ്ങനെയാണ് അച്ഛനും അമ്മയും ചേർന്ന് സിന്ധുവിനെ മന്ത്രവാദികൾക്കടുത്തേക്ക് കൊണ്ടുപോയതും. അതാണ് നമുക്ക് ഇന്ദു അവളുടെ ഹസ്ബൻഡിനെ കാണാനില്ല എന്ന് പറഞ്ഞ് മന്ത്രവാദികൾക്കടുത്തേക്ക് എത്തുന്ന ആ ഒരു കാഴ്ചയ്ക്ക് കാണിച്ചില്ലേ, അതും ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ്. ഹാലൂസിനേഷന്റെ പീക്ക് അവസ്ഥയിൽ നിൽക്കുകയാണല്ലോ ഇപ്പോൾ സിന്ധു. അതുകൊണ്ട് തന്നെ സിന്ധു ഇമാജിൻ ചെയ്യുന്നത് മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സിന്ധു തന്നെ ഇന്ദുവായിട്ട് തന്നെ കണക്കാക്കി വീട്ടിൽ താൻ താമസിക്കുന്നുവെന്നും ആ ഒരു ലൈഫൊക്കെയാണ് അവൾ ഇമാജിൻ ചെയ്യുന്നതും. അതൊക്കെയാണ് നമ്മളെ നേരത്തെ കാണിച്ചതും. മാത്രവുമല്ല ഇന്ദുവിന്റെ അങ്കിൾ, ആന്റി, പിന്നെ അവരുടെ കുറച്ച് മക്കൾ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ കാണിച്ചില്ലേ, അത് യഥാർത്ഥത്തിൽ ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ കഴിയുന്ന 2 പേരാണ്. മക്കൾ മരിച്ചുപോയ 2 ദമ്പതിമാരാണ് അവർ. അവർക്ക് മാനസിക നില തെറ്റി ഇപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിലാണ്. അവരെയാണ് തന്റെ അങ്കിളായിട്ടും ആന്റിയായിട്ടും അവൾ കണക്കാക്കിയത്. മാത്രമല്ല അവളോടൊപ്പം 3-4 പേർ സംസാരിക്കുവാനായും എത്തുന്നുണ്ടായിരുന്നു. അവരെയാണ് തന്റെ 4 കസിൻസ് ആയിട്ടും അവൾ ഇമാജിൻ ചെയ്തതും. മാത്രമല്ല ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിനെ തന്റെ വീടായി തന്നെ ഇമാജിൻ ചെയ്ത് അവൾ ജീവിക്കും. വീട്ടിൽ എങ്ങനെയാണോ സന്തോഷത്തോടെ ഇരിക്കുന്നത് അതെല്ലാം ഇമാജിൻ ചെയ്താണ് അവൾ മെന്റൽ ഹോസ്പിറ്റലിൽ ജീവിക്കുന്നത്. അവിടെയുള്ള നഴ്സുമാരെല്ലാം എന്റെ ഹസ്ബൻഡ് എനിക്കിന്ന് ഗിഫ്റ്റ് തന്നു എന്നൊക്കെ പറയുന്നതാണ് സിന്ധു യഥാർത്ഥത്തിൽ ഇമാജിൻ ചെയ്ത് അവളുടെ കാമുകൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായി ആദ്യം നമ്മളെ കാണിച്ചതും. ആ നഴ്സുമാരെല്ലാം അവരുടെ ഭർത്താവ് അവരെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതെല്ലാം തുറന്നു പറയുന്നതെല്ലാം സിന്ധു കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം താൻ സ്വന്തമായി ഇമാജിൻ ചെയ്ത് തന്റെ കാമുകനായി സമ്പത്ത് എന്നൊരാളിനെ കൊണ്ടുവന്ന് ആ ഒരു ലോകത്ത് അവൾ ഹസ്ബൻഡിന്റെ സ്നേഹമെല്ലാം അനുഭവിച്ച് ജീവിക്കുന്നു. അങ്ങനെ സ്വന്തമായി ഇമാജിനേഷനിലൂടെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ജീവിക്കുകയാണ് സിന്ധു. മാർക്കറ്റിൽ വെച്ച് ഒരാൾ അവളുടെ ദേഹത്ത് തൊടുന്നതും അയാളെ അടിക്കുന്നതുമായും കാണിച്ചില്ലേ,
അത് യഥാർത്ഥത്തിൽ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു രോഗി അവളുടെ ദേഹത്ത് തൊട്ടപ്പോൾ അവൾ അയാളെ അടിച്ചിട്ടതായിരുന്നു. അത് തനിക്ക് മാർക്കറ്റിൽ വെച്ച് സംഭവിച്ചതായി ഇമാജിനേഷൻ ചെയ്തതാണ്. മാത്രവുമല്ല, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് കൊടുത്ത ആ ഒരു സീനുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഒരാവശ്യത്തിന് പോലീസ് എത്തിയപ്പോൾ അതവൾ അങ്ങനെയാക്കി ഇമാജിൻ ചെയ്തതാണ്. മെന്റൽ ഹോസ്പിറ്റലിൽ സിന്ധുവിനെ കാണുവാനായിട്ട് അച്ഛനും അമ്മയും വന്നിരുന്നു. അത് തന്നെയാണ് അവൾ വീട്ടിൽ അവളെ കാണുവാനായിട്ട് അച്ഛനും അമ്മയും വരുന്നതായിട്ട് ഇമാജിൻ ചെയ്തതും. ആ കാര്യങ്ങളെല്ലാം ഡോക്ടർ സിന്ധുവിനോട് പറഞ്ഞു. എന്നാൽ പോലും സിന്ധു അതൊന്നും വിശ്വസിക്കുന്നതേയില്ല. എന്നാൽ സിന്ധു ചോദിക്കുന്നത്, അപ്പോൾ ഡോക്ടറും എന്റെ അച്ഛനും അമ്മയും എല്ലാം എന്റെ വെറും തോന്നലാണോ? എന്നാൽ ഡോക്ടർ പറയുന്നത്, അതൊന്നും നിന്റെ തോന്നലല്ല, ഞങ്ങളാരും നിന്റെ ഇമാജിനേഷൻ അല്ല. പക്ഷെ നീ പറയുന്ന ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം നിന്റെ വെറും ഇമാജിനേഷൻ മാത്രമാണെന്ന് പറയും. അതേസമയം തന്നെ സിന്ധുവിന്റെ കണ്ണിൽ ഇന്ദുവിനെയും അവളുടെ കൂട്ടുകാരിയായ കൽപ്പനയെയും പിന്നെ ആ ഒരു സമ്പത്തിനെയും പിന്നെ ആ കറുത്ത രൂപവും മുത്തശ്ശനുമെല്ലാം അവൾക്ക് കാണുവാനായി പറ്റുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും പറയുന്നത്, ഡോക്ടർ പറയുന്നത് കള്ളമാണ്, ഞങ്ങളൊക്കെ റിയലാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം കേട്ട് ആര് പറയുന്നത് വിശ്വസിക്കുമെന്ന് കൺഫ്യൂഷനിൽ ഉറക്കെ കരയുകയാണ് സിന്ധു. സിന്ധുവിന്റെ ജീവിതം വീണ്ടും മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ തുടരുകയാണ്. ഒരു മനുഷ്യന്റെ മെന്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിച്ചു തന്ന ഈ ഒരു സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.